ചിലപ്പോ ഡാനിഷ് ഡ്രീക്സിൽ എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. അയ്യോ അതെന്ത് ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ ലൈഫ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഏട്ടന് അത്രയ്ക്ക് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക. ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗാന്നാ ഡോക്ടർമാര് പറയണത്. ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിന്റെ ആണോ ടയർഡ്നെസിന്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. പെണ്ണൊരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ. എന്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നതോ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തല്ലേ. പക്ഷെ ഞാനിപ്പോ പേടിച്ചിട്ട് എന്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് എന്റെ മനസ്സിനുള്ളിൽ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് എനിക്ക് എന്റെ ദേഷ്യം കാണിക്കാൻ ആരുമില്ല. ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഏട്ടനും ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്വയം സഫർ ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന് ഉള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാ ഇരിക്കുന്നത്. മികച്ച നടനുള്ള അവാർഡ്. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് പോടാനിച്ചു. ഇങ്ങോട്ട് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു 10-1 ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കണോന്ന് എനിക്കൊരാഗ്രഹം കാണത്തില്ലേ? കണ്ടില്ലേ ഇവിടെ നീലി കലക്കും. ഏട്ടനിപ്പോ ഈ വീഡിയോ കാണുമ്പോ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വരാത്തോണ്ട് ചോദിക്കോ കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? ഗൈസ്, ഇത് കേട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എന്റെ വലിയൊരു ആഗ്രഹമാണ് എന്റെ സേട്ടന് എനിക്ക് പ്രാങ്ക് കൊടുക്കണം. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. എന്തായാലും ഏട്ടൻ അയച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറയാൻ പോവാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. ഇതിന് വട്ടുണ്ടോ? ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളൂ. എന്തായാലും ഏട്ടൻ ഞെട്ടും, അതെനിക്ക് ഉറപ്പാണ്. ഇതിൽ കൂടുതൽ എന്തോട്ട് മുങ്ങി പോവാനാ. ഏട്ടൻ എന്തായാലും വന്നിട്ട് റിയാക്ട് ചെയ്യാൻ ചെയ്യുമെന്തോ. റിയാക്ഷൻ എന്തുവാണെന്ന് വഴിയെ കാണണം. ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. ഈ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ. ആമേൻ.